സ്കിസോഫ്രീനിയ തലച്ചോറിനെ ബാധിക്കുന്ന ഒരു രോഗമാണ്. ഈ അവസ്ഥയുള്ള വ്യക്തികളുടെ തലച്ചോറിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട്. ഒന്നാമതായി, തലച്ചോറിൻ്റെ ഉള്ളിലെ അറകളായ വെൻട്രിക്കിൾസിൻ്റെ വലിപ്പം കൂടുന്നു. രണ്ടാമതായി, തലച്ചോറിൻ്റെ ചില പ്രധാനപ്പെട്ട ഭാഗങ്ങളുടെ വലിപ്പം കുറയുന്നു. പ്രധാനമായിട്ടും നമ്മുടെ ചിന്തകൾ, ഓർമ്മകൾ, തീരുമാനങ്ങൾ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളായ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ്, തലാമസ്, അമീഗ്ദല, ബേസൽ ഗാംഗ്ലിയ, സെറിബെല്ലം, ഹിപ്പോക്യാമ്പസ്, പാരോ ഹിപ്പോക്യാമ്പൽ ഗൈറസ് തുടങ്ങിയ ഭാഗങ്ങൾ. മൂന്നാമതായി, ബ്രെയിൻ കണക്ടിവിറ്റിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. തലച്ചോറിൻ്റെ വിവിധ ഭാഗങ്ങൾ തമ്മിലുള്ള ആശയവിനിമയം, കണക്ടിവിറ്റിയിൽ പ്രശ്നങ്ങളുണ്ടാകാം. ഇത് തലച്ചോറിൻ്റെ വിവിധ ഭാഗങ്ങൾ തമ്മിൽ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നതിനെ ബാധിക്കാം. വൈറ്റ് മാറ്ററിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇതിന് കാരണം. നാലാമതായി, ന്യൂറൽ ആക്ടിവിറ്റിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ്. തലച്ചോറിൻ്റെ ചില ഭാഗങ്ങളിലെ നാഡീകോശങ്ങൾ, ന്യൂറോൺസിൻ്റെ പ്രവർത്തനത്തിൽ വ്യത്യാസം ഉണ്ടാകുന്നു. അവസാനമായി, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിലെ മാറ്റമാണ്. തലച്ചോറിൻ്റെ നാഡീകോശങ്ങൾ, ന്യൂറോൺസ് തമ്മിൽ ആശയവിനിമയം, കമ്മ്യൂണിക്കേഷൻ നടത്താൻ സഹായിക്കുന്ന രാസവസ്തുക്കളാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. സ്കിസോഫ്രീനിയ ഉള്ളവരിൽ ഡോപാമിൻ, ഗ്ലൂട്ടമേറ്റ് തുടങ്ങിയ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ അളവുകളിലോ പ്രവർത്തനങ്ങളിലോ വ്യത്യാസം കാണപ്പെടാറുണ്ട്. ഡോപാമിൻ്റെ അളവ് കൂടുന്നത് ഹാലൂസിനേഷൻ, ഡെലൂഷൻ പോലുള്ള പോസിറ്റീവ് സിംറ്റംസിന് കാരണമാകുന്നു. ഗ്ലൂട്ടമേറ്റിൻ്റെ അളവ് കുറയുന്നത് ശ്രദ്ധക്കുറവ്, ഓർമ്മക്കുറവ് പോലുള്ള നെഗറ്റീവ് സിംറ്റംസിന് കാരണമാകുന്നു. സ്കിസോഫ്രീനിയ എന്ന മാനസിക രോഗത്തിനെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ എൻ്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക.